കുത്തഴിഞ്ഞ ആഭ്യന്തര വകുപ്പ് മാത്രമല്ല, പരാജയപ്പെട്ട ഒരു ആരോഗ്യ വകുപ്പ് കൂടി നമുക്കുണ്ട് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. നല്ല കണക്ഷനാണ്. കാരണം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ അപ്പാടെ തള്ളുകയാണ്. അത് പാലിക്കുന്നതിൽ സംസ്ഥാനം ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് വിലയിരുത്തൽ. സെപ്റ്റംബർ 9 ഡൽഹിയിൽ എംബോക്സ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ അതീവ ജാഗ്രത പുലർത്താൻ കേന്ദ്രം ആവർത്തിച്ച് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ രോഗം സ്ഥിരീകരിച്ചതിന് ശേഷമാണ് സർവൈലൻസ് ടീമിൻ്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ കാര്യക്ഷമമാക്കാൻ സംസ്ഥാന ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയത്. വിവരങ്ങളുമായി രശ്മി കാർത്തിക് ഒപ്പം ചേരുന്നു. രശ്മി, ആരോഗ്യവകുപ്പിൻ്റെ ഈ നീക്കത്തിൽ, ഈ അനാസ്ഥയിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അത് പതിവായി പലവട്ടം നമ്മൾ കണ്ടതാണ്. പല പ്രതിരോധം സജീവമാക്കേണ്ട സമയത്ത് നമ്മൾ പലവട്ടം അത് അനുഭവിച്ചവരുമാണ്. എന്താണ് കേന്ദ്ര നിർദ്ദേശം, കൃത്യമായ കേന്ദ്ര നിർദ്ദേശം ഉണ്ടായിട്ടും ആരോഗ്യ വകുപ്പ് ചെയ്തത്? മഞ്ഞപ്പിത്തമൊക്കെ പടരുകയാണല്ലോ. സംസ്ഥാനത്ത് ഒരു സാഹചര്യം വളരെ ഗുരുതരമായിട്ടൊരു സാഹചര്യമാണ്. നമുക്കറിയാം, ഡൽഹിയിൽ സെപ്റ്റംബർ 9 എംപോക്സ് സ്ഥിരീകരിച്ചത്. ഇത് രാജ്യത്തെ ആദ്യ കേസായിരുന്നു ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിനോട് ആവർത്തിച്ച് നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം 2022 കേരളത്തിൽ ഇതിനു മുൻപ് എംപോക്സ് സ്ഥിരീകരിച്ചിരുന്നു. ആ സാഹചര്യത്തിലാണ് എയർപോർട്ടുകളിൽ ഉൾപ്പെടെ സർവൈലൻസ് ടീമിനെ നിയോഗിച്ചുകൊണ്ട് നിരീക്ഷണം കൂടുതൽ ശക്തമാക്കാനുള്ളൊരു നിർദ്ദേശം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാർഗരേഖ ഉൾപ്പെടെ പുതുക്കി നൽകിക്കൊണ്ടായിരുന്നു ഒരു നിർദ്ദേശങ്ങൾ. അതായത് ചികിത്സാ രീതികൾ ഏത് രീതിയിൽ വേണം, എയർപോർട്ടിൽ എത്തുന്ന ആളുകൾക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ഏത് തരത്തിൽ നിരീക്ഷിക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളായിരുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയത്. പക്ഷേ സംസ്ഥാനം അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്നുള്ളതാണ്. കാരണം ഈ രോഗം സ്ഥിരീകരിച്ചതിന് ശേഷം കഴിഞ്ഞ ദിവസം ഈ മലപ്പുറത്ത് 38-കാരന് രോഗം സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഈ ഒരു മുൻകരുതൽ നടപടികളൊക്കെ കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു ഇടപെടൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം, എറണാകുളം ഉൾപ്പെടെയുള്ള എയർപോർട്ടുകളിൽ കൂടുതൽ സർവൈലൻസ് ടീമിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നിരീക്ഷണം ശക്തമാക്കാനും, അന്ന് 2022 രോഗം സ്ഥിരീകരിച്ച സമയത്ത് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഒക്കെ സംസ്ഥാനത്തുണ്ടായിരുന്നു. അതുൾപ്പെടെ പാലിക്കാനുള്ള നിർദ്ദേശം, ആശുപത്രികളിൽ അതിനുള്ള സംവിധാനങ്ങൾ ഏത് രീതിയിൽ ഒരുക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോഴാണ് നൽകിയത്. ആ ഒരു അലേർട്ട് ഇപ്പോഴാണ് നൽകിയത്. അതിനു മുൻപ് അതിൽ വേണ്ടത്ര ജാഗ്രത സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. എല്ലാ കേസുകളുടെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കൃത്യമായി തന്നെ നിർദ്ദേശങ്ങൾ സംസ്ഥാനത്തിന് കൈമാറാറുണ്ട്. അത് ആ ഒരു വേണ്ട തരത്തിൽ ഗൗരവമായി എടുക്കാതെ ഇത്തരത്തിലുള്ള ഏറ്റവും ഗൗരവമായ വിഷയങ്ങളെ പോലും നിസ്സാരവൽക്കരിക്കുന്നതാണ് ആരോഗ്യ വകുപ്പിന്റെ ഒരു രീതി. അത് എംബോക്സിന്റെ കാര്യത്തിൽ മാത്രമല്ല, നിപ്പയുടെ കാര്യത്തിലാണെങ്കിലും മറ്റു പകർച്ചവ്യാധികൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നിപ്പ റിപ്പോർട്ട് തുടർച്ചയായ ഇടവേളകളിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അതിന്റെ ഉറവിടം എവിടെയാണ് എന്നുള്ളത് കൃത്യമായി കണ്ടെത്താൻ സംസ്ഥാനത്തിന് കഴിയുന്നില്ല. മറ്റു പലയിടങ്ങളിലും നിപ്പ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ കൃത്യമായൊരു പഠനം നടത്തി അതിന്റെ സോഴ്സ് ഉൾപ്പെടെ കണ്ടെത്താൻ അവർ ശ്രമിക്കുകയും അതിനെ പ്രതിരോധിക്കുകയുമാണ് ചെയ്യുന്നത്. പക്ഷെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായ ഇടവേളകളിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ കൂടുതൽ ജില്ലകളിലൊക്കെ ഇതിന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഷയമാണ്. പക്ഷേ അക്കാര്യത്തിൽ ഒന്നും തന്നെ വിശദമായൊരു പഠനത്തിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കാത്തതുൾപ്പെടെ വലിയ ഭീഷണിയാണ്. എംപോക്സിന്റെയും നിപ്പയുടെയും ഒക്കെ ഭീതിയുടെ ഇടയിൽ മറ്റു പകർച്ചവ്യാധികളും, മഞ്ഞപ്പിത്തം, എലിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്ന് പിടിക്കുന്ന ഒരു സാഹചര്യം, മരണനിരക്കിലും വലിയ വർധനവുണ്ടാകുന്നു. ഈ വർഷം ഇതുവരെ തന്നെ എലിപ്പനി ബാധിച്ച് മരിച്ചത് 300-നടുത്ത് ആളുകളാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒറ്റ ദിവസം തന്നെ 200 പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. മറ്റു പകർച്ചവ്യാധികളും H1N1 ആണെങ്കിലും വൈറൽ പനികളാണെങ്കിലും, വൈറൽ പനി ഒരു പ്രാവശ്യം സ്ഥിരീകരിച്ചതിന് ശേഷം അതിന്റെ ചികിത്സയൊക്കെ കഴിഞ്ഞ് ഒരു 15 ദിവസത്തിന് ശേഷം വീണ്ടും അതേ ആൾക്ക് തന്നെ ഈ ഒരു പനി പിടിപെടുന്ന സാഹചര്യം, അതും പുതിയ രോഗലക്ഷണങ്ങൾ ഉൾപ്പെടെ പനിക്ക് പ്രകടമാകുന്നു. ഈ പനി ഈ രീതിയിൽ സ്ഥിരീകരിക്കുന്നതിൽ പോലും പ്രത്യേക പഠനം നടത്തുമെന്നുള്ളതായിരുന്നു മാസങ്ങൾക്ക് മുൻപ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയ ഒരു വാഗ്ദാനമൊക്കെ. പക്ഷെ ആ പഠനം എവിടെയും എത്തിയിട്ടില്ല. പകർച്ചവ്യാധികളൊക്കെ ഇതേ രീതിയിൽ പടർന്നു പിടിക്കുന്നു. സംസ്ഥാനത്തെ ആരോഗ്യ മേഖല ഏതാണ്ട് കുത്തഴിഞ്ഞൊരു സാഹചര്യത്തിലാണ്. കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉൾപ്പെടെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം ഏറ്റവും ഗൗരവമായ വിഷയങ്ങളെ പേടിയിലാണ്, ആശങ്കയിലാണ്. നമ്മളെപ്പോഴും സംസ്ഥാന സർക്കാർ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന മറുപടി മാത്രമാണ് നൽകുന്നത്. അനാസ്ഥയുടെ അങ്ങേയറ്റത്താണ് ആരോഗ്യ വകുപ്പും എന്ന കാര്യത്തിൽ സംശയമില്ല.